എൻ്റെ പേര് ബിന്ദു. ഞാൻ തൃശ്ശൂർ രൂപതയിലെ കല്ലൂർ പടിഞ്ഞാറ് പള്ളിയടവയിൽ നിന്ന് ബിന്ദു. ഞങ്ങളുടെ മകള് ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് B2 എക്സാമിന് സെൻറ്റർ കിട്ടാതായപ്പോൾ അടുത്ത വീട്ടിൽ ചേച്ചി പറഞ്ഞിട്ടാണ് എൽറുകയെ പറ്റി അറിഞ്ഞത്. ആ ചേച്ചി ഞങ്ങൾക്ക് വെഞ്ചിരിച്ച കല്ലുപ്പും വെന്തിങ്ങയും തന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റും കല്ലുപ്പിട്ടതിന് ശേഷമാണ് അവൾക്ക് എക്സാമിന് സെൻറ്റർ കിട്ടിയത്. പിന്നെ കുറേ വർഷമായിട്ട് മഴക്കാലമായാൽ കിണറ്റിലെ വെള്ളം നന്നായി കലങ്ങിയിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി കല്ലുപ്പ് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം തന്നെ വെള്ളം നന്നായി തെളിഞ്ഞു. പിന്നെ ഇന്നേവരെ വെള്ളം കലങ്ങിയിട്ടില്ല. എത്ര കാലമായിട്ട്, എത്ര വർഷങ്ങളായിട്ട് അതിങ്ങനെ കലങ്ങി കിടക്കുന്നു? ഏകദേശം ഒരു 7 വർഷത്തോളമായി. 7 വർഷത്തോളമായി ഈ കിണറിലത്തെ വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുകയാണ്. അയൽപ്പക്കത്ത് ചേച്ചി നമ്മുടെ വെഞ്ചരിച്ച് ഉപ്പൊക്കെ കൊണ്ട് കൊടുത്തു. അത് ഈ സഹോദരി അതിലിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് വെള്ളം തെളിഞ്ഞു. പിന്നെ ഇതുവല്ല കലങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു മഹാത്ഭുതമല്ലേ? കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് കണ്ടോ മനസ്സിലായോ? മോൾക്കാണെങ്കിൽ ആ B2 എക്സാമിന് എല്ലാം തടസ്സം. പിന്നെ മോള് B2 3 എക്സാം പാസ്സായിട്ടുണ്ട്. എന്നിട്ട് പേപ്പർ വർക്കിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പേപ്പർ വർക്കിന് കൊടുത്തിട്ടൊന്നും ശരിയാവുണ്ടായില്ല. പിന്നെ അടുത്ത ഏജൻറ്റിൻ്റെ കയ്യിൽ വീണ്ടും കൊടുത്തപ്പോൾ കോൺട്രാക്റ്റ് വരികയാണെങ്കിൽ ഇവിടേക്ക് ദശാംശം കൊടുക്കാമെന്ന് ചേട്ടൻ നേർന്നു. അതിനുശേഷം കോൺട്രാക്റ്റ് വന്നു. ഇപ്പോൾ വിസയും വന്നു. അവൾ അടുത്ത മാസം 3-ാം തീയതി ജർമ്മനിയിലേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് കോണിയുടെ മുകളിൽ നിന്ന് തലയടിച്ച് വീണ് വളരെയധികം സീരിയസ് ആയ ICUവിലായിരുന്നു. ഇവിടേക്ക് പ്രാർത്ഥനാ സഹായം വിളിച്ചപേക്ഷിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ് കാണുന്നത്, അത്ഭുതങ്ങളുടെ ജപമാല കാണാൻ പറഞ്ഞു. അങ്ങനെ 5 ദിവസത്തിനുള്ളിൽ യാതൊരു കുഴപ്പവും കൂടാതെ അവർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. നല്ലൊരു കയ്യടി കൊടുത്തോട്ടെ. പ്രൈസ് ദി ലോർഡ്.